ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വ്യത്യസ്ത രുചിയിലുള്ള ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ ചേർക്കുന്നത്. ഇതിനകറകറെന്നും പറയാറുണ്ട്. ഗ്യാസ് ഓണാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് അലിയിച്ചെടുക്കാൻ വേണ്ടി. ഇത് അലിയിച്ചെടുത്തിട്ട് വേണം റവ ചേർക്കാൻ. 1/4 കപ്പ് റവയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. ഇനി നമുക്ക് 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഞാനൊരു കപ്പ് പാലാണ് ഇതിൽ ചേർക്കുന്നത്. ഗ്ലാസ്സിൽ അളന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് പാല് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുക. മധുരം കുറവുള്ളവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇനി പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല വെന്ത് വരണം. ഇത് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. എന്നിട്ട് തിളച്ചുണ്ടോ. ഇനി പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഒരു 10 മിനിറ്റ് കംപ്ലീറ്റ് വെന്ത് വരാനുള്ള സമയം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രം എടുത്തിട്ട്, അത് ബൗളോ ഏതെങ്കിലും പാത്രം, ഞാൻ എടുത്തിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്ന ആ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നെയ്യ് തേച്ചിട്ട് അതിൽ കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ. കശുവണ്ടിപ്പരിപ്പ് ഇല്ലാത്തവർ അതിലിടണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് ഞാൻ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് കംപ്ലീറ്റ് തണുത്തിട്ട് മാത്രമേ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാവൂ. ഒരു 10 മിനിറ്റോളം വെളിയിൽ വെച്ച് തണുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അതിൻ്റെ കൂടെ ഞാൻ കളർ ചേർക്കുന്നുണ്ട്. ഈ കളറില്ലാത്തവർ എന്ത് ചെയ്യണമെന്നറിയാമോ? ബീട്രൂട്ടില്ലേ, ബീട്രൂട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ കളർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേറെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കളറും ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഞാൻ കളറാണ് ചേർക്കുന്നത്. കളറില്ലാത്തൊരു കാര്യം പറഞ്ഞത്. കളർ ഇഷ്ടമില്ലാത്തവരും കാണുമല്ലോ. ഇതേ കണ്ടോ, ഇത് ഫുഡ് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മൊത്തം തണുത്തിട്ട് 10-15 മിനിറ്റ് തണുക്കാൻ വെളിയിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും അത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതാ വെളിയിലെടുത്താണ്. ഇതേ കണ്ടോ, നന്നായി, നല്ല രസമാണ്, നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടോ. എന്നിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് നമുക്കിത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കുകയും ചെയ്യാം. നമുക്ക് നൊയമ്പിന് പ്രത്യേക സ്പെഷ്യൽ ഒരു പുഡിങ്ങായി. ഇതിൻ്റെ കൂടെ ABC ഡ്രിങ്കും കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്, മിൽക്ക് പൗഡർ, ആൽമണ്ട്, കാഷ്യൂ നട്ട്സ്, ഏലക്ക, അതിൻ്റെ കൂടെ ശർക്കരയും, ഇത് ഇത്രയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ചൂട് പാലിലോ തണുത്ത പാലിലോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ യൂട്യൂബിൽ ഒരു യൂട്യൂബർ ഇട്ടിരുന്ന കണ്ടിട്ട് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. 450 രൂപയാണ് ഇതിൻ്റെ വില. അല്ലാതെ നമ്മളിപ്പോൾ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അടിച്ചു കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും. എന്നും നമുക്ക് അടിച്ചു കുടിക്കാൻ പറ്റത്തില്ല, മടിയായിട്ട് മാറിയിരിക്കും. ഇത് കൊച്ചു പിള്ളേർക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടെയും പുതിയ വീഡിയോയായി വരുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.